ഹലോ ഗൈസ്, അപ്പം നമുക്കൊരു വെറൈറ്റി പായസം ഉണ്ടാക്കട്ടോ. മാങ്ങയും പേരയ്ക്കൊക്കെ ചേർത്തിട്ട് ഒരു അടിപൊളി പായസം. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും. അപ്പം മാങ്ങ ചെറുതാക്കി അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി, തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഒരു പാത്രത്തിൽ മാറ്റി. അതിനുശേഷം നമ്മൾ പേരയ്ക്ക എടുക്കുക. പേരയ്ക്ക അതുപോലെ ചെറുതാക്കി അതിൻ്റെ സെൻറ്ററിലെ കുരുള്ള ഭാഗം എടുത്ത് ഒഴിവാക്കി കളയാം. അതുപോലെ തന്നെ പേരയ്ക്ക് ചെറുതാക്കി അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഈ പേരയ്ക്കയും മാങ്ങയും ഒരു 1/4 ഭാഗം എടുത്തിട്ട് ജാറിലിട്ട് നമുക്ക് ആവശ്യമായ പഞ്ചസാരയും ചേർത്ത് പൾപ്പ് രൂപത്തിൽ അടിച്ചെടുക്കുക. അരിഞ്ഞ് വെച്ചതിന് ശേഷം ഒരു ചട്ടി എടുത്ത് അതിലോട്ട് മിൽമ നെയ്യ്, ഞാൻ എടുത്തിട്ടുള്ള മിൽമൻ്റെ നെയ്യാണ്, ഒരു വലിയ 2 സ്പൂൺ മിൽമ നെയ്യ് എടുക്കുക. അതിനുശേഷം നെയ്യ് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് ചൂടാക്കി എടുക്കുക. ഒന്ന് ചൂടാക്കി എടുക്കുക. അണ്ടിപ്പരിപ്പ് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച മാങ്ങയും ആ നെയ്യിലോട്ടിട്ട്, നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചൂടാക്കി എടുത്ത നെയ്യിലോട്ട് ആ മാങ്ങയും പേരയ്ക്ക അരിഞ്ഞതും അതിലോട്ടിടുക. നെയ്യിലോട്ടിട്ട് നടക്കുക. അപ്പോൾ നമുക്ക് ആ നെയ്യിൻ്റെ ഒരു ഫ്ലേവർ, ആ ഒരു ടേസ്റ്റ് കിട്ടും. അതിനാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അല്ല, നമ്മൾ പായസത്തേക്ക് ഇനി വേറെ നെയ്യൊന്നും ഒഴിക്കില്ല കേട്ടോ. നമ്മൾ അതാക്കിയ നെയ്യിൽ പേരയ്ക്ക് മാങ്ങ നല്ലവണ്ണം ഇളക്കി വഴറ്റി ക്ലിയറാക്കി എടുക്കുക. എന്നിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. അതിനുശേഷം ആ ചട്ടിയിലോട്ട് നമ്മൾ ചൊവ്വരി, സാബൂനരി എന്നൊക്കെ പറയുന്ന ആ സാധനം ഉണ്ടല്ലോ, അത് ആ ചട്ടിയിലിട്ട് ശരിക്കും ചൂടാക്കി എടുക്കുക. അതൊരു അത് ഗ്ലാസ് മോഡലായിരിക്കുമല്ലോ, പിന്നെ അതൊരു വെള്ള കളറ് ആകുന്നത് വരെ ചൂടാക്കുക. കരിയാതെ ശ്രദ്ധിച്ച് ചൂടാക്കണം. എന്നിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം അടുപ്പിൽ വെച്ചിട്ട് അതിലോട്ട് 1/2 ലിറ്റർ പാൽ ഒഴിക്കുക. നമ്മളെ പായസം 1 ലിറ്റർ ആട്ടോ. ലിറ്റർ പായസമാണ് അത്. 1/2 ലിറ്റർ പാൽ ഒഴിക്കുക. അതിലോട്ട് നമ്മൾ ആ ചൂടാക്കി വെച്ച ചൊവ്വരി അതിലോട്ടിടുക. ശരിക്കും വേവിച്ചെടുക്കുക. പിന്നെ നമ്മൾ വേവിക്കുന്നതിൻ്റെ ഇടയിൽ മിക്സിയിൽ അരച്ച് പൾപ്പാക്കി എടുക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ പാലിലോട്ട് കുറച്ച് സേമിയനും, ഒരു 100 ഗ്രാമാണ് നമ്മൾ ചൊവ്വരി എടുത്തത്, ഒരു 100 ഗ്രാം സേമിയനും എടുക്കുക. സേമിയ 100 ഗ്രാം വേണ്ട കേട്ടോ, 50 ഗ്രാം മതി. പിന്നെ നമ്മൾ അരച്ച് വെച്ച മാങ്ങയും പേരയ്ക്കയും കൂടി മിക്സ് അതിലോട്ട് വയ്ക്കുക. ശരിക്കും ഇളക്കി യോജിപ്പിച്ച് വേവിച്ച് അത് കുറുകി വരുമ്പോൾ
ഒരു 1/2 ലിറ്റർ പാലും കൂടെ അതിലോട്ട് ഒഴിക്കുക. അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താൽ നമ്മളെ ആ മിക്സിയിൽ കാണുന്നതൊക്കെ അതിലോട്ട് ഇടുക. പിന്നെ നമ്മളതിൽ ബാക്കിയില്ല കഷ്ണം അത് വെറുതെ ആയിക്കിടുക. നമുക്കിങ്ങനെ കുടിക്കുമ്പോൾ ഒന്ന് കടിക്കാനാണ്. ശരിക്കും മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് മിൽക്ക് മെയ്ഡ് ഒരു ചെറിയ ബോട്ടിലാട്ടോ, 50 മില്ലിയുടെ 100 മില്ലിയുടെ ബോട്ടിലാണ്. അതിൻ്റെ പകുതി ഒഴിച്ചാൽ മതി. നല്ല അത്യാവശ്യം മധുരം ഒക്കെ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി അതും അതിലോട്ടിടുക. ഒരു 2-3 ഏലക്കായുടെ തൊണ്ട് കളഞ്ഞിട്ടിട്ട് പരിപ്പ് മാത്രമാണ് ഞാനെടുത്ത് അത് ഇട്ട സംഭവം. ഓക്കെ, റെഡി. അപ്പോൾ പായസം റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കൂടെ കൂട്ട് സഹകരിക്കുക.